السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഖമറിന്റെ തഫ്സീറാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ആരംഭിച്ചത്. എല്ലാ ആയത്തുകളും റായിൽ അവസാനിക്കുന്ന അതീവ ഭംഗിയുള്ള എന്നാൽ ശക്തമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സൂറത്താണിത്. ഈ സൂറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് തെളിവായി മുശ്രിക്കുകൾക്ക് അള്ളാഹു ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്ത സംഭവം അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. അതുപോലെ അതിനുശേഷം ഈ സൂറത്തിലുള്ളത് പഴയ ഒരുപാട് ഉമ്മത്തുകളെ കുറിച്ചാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, ആദ്, സമൂദ് ഗോത്രങ്ങൾ, ലൂത്ത് നബിയുടെ സമുദായം, ഫിറഔനും കൂട്ടരും, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്. പഴയകാല ഉമ്മത്തുകളുടെ ചരിത്രം പിൽക്കാലക്കാർക്ക് ഗുണപാഠമാണ്. കാരണം അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചപ്പോൾ അവർക്ക് വന്നെത്തിയ ശിക്ഷ എല്ലാവർക്കുമുള്ള താക്കീതാണ്. അള്ളാഹു അല്ലാതെ ഇലാഹ് മറ്റാരുമില്ലെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിനുള്ള മഹത്തായ തെളിവുകളിൽ ഒന്നാണ് മുൻഗാമികളുടെ ചരിത്രം, പഴയ സമുദായങ്ങളുടെ ചരിത്രം. കാരണം അള്ളാഹുവിന്റെ ആയത്തുകളെ, അവന്റെ റസൂലുകളെ നിഷേധിച്ചപ്പോൾ അവർക്ക് വന്നു ഭവിച്ച സംഭവം. ഈ സംഭവങ്ങളാകട്ടെ ചരിത്രമാണ്, ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം തന്റെ അൽ ഫവായിദിൽ പറഞ്ഞതുപോലെ, ആരെങ്കിലും ഇതുപോലുള്ള പഴയ സമുദായങ്ങളുടെ ചരിത്രത്തെ നിഷേധിക്കുകയാണെങ്കിൽ, നൂഹ് നബിയുടെ അതുപോലെ ആദ്, സമൂദ് ഗോത്രങ്ങൾ ഇതൊക്കെ ഇല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ ചെയ്യുന്നത് ഏതുപോലെയുള്ള പണിയാണ്? അയാൾ കാണാത്ത ഒരു നാട് അതില്ല എന്ന് പറയാം. ഒരാൾ ഇവിടുന്ന് പറയാ അമേരിക്ക എന്ന് പറയുന്ന സംഗതി ഇല്ല, എന്താ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ പണ്ട് ജീവിച്ചു പോയ രാജാക്കന്മാർ, രാഷ്ട്രതലവന്മാർ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പലരും നമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരാള് ഇന്ത്യ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്നു. ഒരാൾ പറയണം അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് എന്ത് പഴയ സമുദായങ്ങളുടെ ചരിത്രം ഒരാൾ നിഷേധിച്ചാൽ. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പരാമർശിച്ചിട്ടല്ല ജനങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പേ ആളുകൾക്കറിയാം പഴയ സമുദായങ്ങൾ, ആദ്, സമൂദ് ഗോത്രങ്ങൾ ഇങ്ങനെയൊക്കെ കൗമുകൾ ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണ്, ആളുകൾക്ക് മുൻപേ അറിയുന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നമ്മെ ഓർമ്മപ്പെടുത്തി. എന്താണ് അവർക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ ആയത്തുകളെ, റസൂലുകളെ അവർ നിഷേധിച്ചു, ദുനിയാവിൽ തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് മഹത്തായ തെളിവും പാഠവുമാണ് പഴയ ഉമ്മത്തുകളുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ എത്ര കടുത്തതാണെന്നും അവനെത്ര കഴിവുള്ളവനാണെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, നൂഹ് നബിയുടെ ചരിത്രം വിവരിക്കുന്നിടത്താണ് നമ്മൾ തഫ്സീർ അവസാനം പറഞ്ഞത്. ഈ സൂറത്തിൽ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനുദുർ. ആദ് സമുദായത്തിന്റെ ചരിത്രം, ആദ് ഗോത്രം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടായ ഗോത്രമാണ് ആദ് ഗോത്രം. കദ്ദബത് ആദുൻ, ആദ് നിഷേധിച്ചു, ആദ് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു. റബ്ബ് പറയുന്നു, ഫകൈഫ കാന അദാബി വനുദുർ. ഫകൈഫ കാന, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അദാബി എന്റെ ശിക്ഷ, വനുദുർ എന്റെ താക്കീതുകൾ എങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ താക്കീതും ശിക്ഷയുമെല്ലാം
എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന അർസൽന അലൈഹിം റീഹൻ സർസറൻ ഫി യൗമി നഹ്സിൻ മുസ്തമിർ. ഇന്ന അർസൽന അലൈഹിം, നാം അവർക്ക് നേരെ അയച്ചു. റീഹൻ സർസറൻ, റീഹൻ സർസറൻ, റീഹൻ ഒരു കാറ്റ്. എന്താണ് ആ കാറ്റിന്റെ പ്രത്യേകത? എന്താണ് ആ കാറ്റിന്റെ പ്രത്യേകത? അത് സർസറൻ, അത് ഷദീദുൽ ബർദ്, കടുത്ത തണുപ്പുള്ള കാറ്റാണ്. ആർക്കാണിത് സംഭവിച്ചത്? അള്ളാഹുവിന്റെ ആയത്തുകളെ, അവന്റെ താക്കീതുകളെ, അവന്റെ താക്കീതുകാര്, അള്ളാഹുവിന്റെ താക്കീതുകാർ, നദീർ, താക്കീതുകാർ, അതിന്റെ ബഹുവചനമാണ് നുദൂർ. ഇന്ന അർസൽന അലൈഹിം റീഹൻ സർസറൻ, അള്ളാഹു പറയുന്നു നാം അവർക്ക് നേരെ അയച്ചു ഒരു കാറ്റിനെ. സർസറൻ, കടുത്ത തണുപ്പുള്ള കാറ്റായിരുന്നു അത്. മറ്റു സൂറത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ, 7 രാത്രിയും 8 പകലും അത് അവിടെ അന്വേഷി. ഫി യൗമി നഹ്സിൻ, ഏത് ദിവസമാണ് അവർക്കത് സംഭവിച്ചത്? ഫി യൗമി നഹ്സിൻ, ഒരു നഹ്സിന്റെ ദിവസം. നഹ്സ് എന്നാൽ ദുശകുനത്തിന് ആളുകൾ പറയുന്ന വാക്കാണ്. ഒരു ദുർദിനം, മോശമായ ദിനം. യഥാർത്ഥത്തിൽ മോശമായ ദിനങ്ങളൊന്നുമില്ല, പക്ഷെ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം മോശമായ ദിനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ചില ദിവസങ്ങൾക്ക് നഹ്സ് കൽപ്പിക്കുക എന്നത് ജാഹിലിയ രീതിയാണ്, അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഈ ദർഗകളും ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കലണ്ടറുകളിലൊക്കെ കാണാം നഹ്സിന്റെ ദിവസങ്ങൾ. ചൊവ്വാഴ്ച മോശം ദിവസം, ബുധനാഴ്ച മോശം ദിവസം, ഇങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ദിവസത്തിനും മോശം പറയാൻ പാടില്ല, മറിച്ച് എല്ലാ ദിവസങ്ങളും ഒരുപോലെയാണ്. ചിലതിന് നന്മ കൂടുതലുണ്ട്, ശ്രേഷ്ഠത കൂടുതലുണ്ട്, ചില സമയത്തിന് ഖൈറ് കൂടുതലുണ്ട് എന്നല്ലാതെ ഒരു സമയവും മോശമില്ല. മോശം സമയം എന്നൊന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് അള്ളാഹുവിനെ മോശം പറയാനാണ്, അള്ളാഹുവിനെ മോശം പറയാനാണ്. അത് കാലത്തെ ചീത്ത പറയുക എന്നതിൽ ഉൾപ്പെടും. യൗമി നഹ്സിൻ, നഹ്സിന്റെ ദിവസം. നഹ്സ് എന്നാൽ അതായത് ഇമാം ദഹാഖ് ഖതാദ വസുദ്ദി ഈ തുടങ്ങിയ താബിഈകൾ, ദഹാഖ് ഇബ്നു മുസാഹിം, അതുപോലെ ഖതാദ ഇബ്നു ദിആമ സദൂസി, അതുപോലെ സുദ്ദി തുടങ്ങിയ താബിഈകൾ പറഞ്ഞത് കാണാം. യൗമി നഹ്സിൻ എന്ന് പറഞ്ഞാൽ ഐ അലൈഹിം, അവർക്ക് അതൊരു ദുർദിനമായിരുന്നു. എന്താണ് കാരണം? അവരുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ശിക്ഷ ഒരുമിച്ച ദിവസമാണെന്ന്. കാരണം അതോടെ അവർ ആഖിറത്തിലെ ശിക്ഷയിലേക്ക് അന്നത്തോടെ കടന്നു, മരണത്തോടെ. അതുകൊണ്ട് അവർക്ക് മുസ്തമിർ, മുസ്തമിർ എന്നാൽ തുടർന്നു പോകുന്ന നിലക്കാത്ത ശിക്ഷയുടെ ദുർദിനമായിരുന്നു അന്നവർക്ക്. അങ്ങനെയുള്ള ഒരു ദിവസം അവർക്ക് നേരെ നാം ഒരു കാറ്റയച്ചു. എങ്ങനത്തെ കാറ്റാണത്? കടുത്ത തണുപ്പുള്ള കാറ്റ്, ഒന്നാകെ അവരെ പിഴുതെറിഞ്ഞ കാറ്റ്. വലിയ ശരീര വലിപ്പമുണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. നോക്കൂ, അല്ലാഹു പറയുന്നത് തൻസിഉന്നാസ, ജനങ്ങളെ അത് പറിച്ചെടുക്കുന്നു, അഥവാ അവരെ കോരിയെടുക്കുന്നു ആ കാറ്റ്. കഅന്നഹും, എന്നിട്ട് അവരുണ്ട്, അവരേതുപോലെയുണ്ട്? അജാസു നഖ്ലിൻ. ഉജുസ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് അജാസ്. ഉജുസ് എന്നാൽ തടിയാണ്, മരത്തിന്റെ അടിഭാഗം. നഖ്ൽ എന്താണ്? ഈത്തപ്പന. ഈത്തപ്പന തടികൾ പോലെ ഉണ്ട് അവർ. മുൻഖഇർ, മുൻഖഇർ എന്ന് പറഞ്ഞാൽ അറ്റുപോയത്, അറ്റുപോയതാണത്. അഥവാ അതിന്റെ തല അറ്റിട്ടുണ്ട്, തല പോയിട്ടുണ്ട്. തല പോയ മറിഞ്ഞു വീണ ഈത്തപ്പന തടികൾ പോലെ ഉണ്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇബ്നുൽ കസീർ പറയുന്നു, വദാലിക അന്ന റീഹ, എന്തെന്നാൽ ആ കാറ്റ് കാനത്ത് അതി അഹദഹും, അത് വരും, എന്നിട്ട് അവരിൽ ഓരോരുത്തരെ ഫതർഫഉ, എടുത്തു പൊക്കും. കാറ്റ് വന്ന് ഓരോരുത്തരെ എടുത്തുകൊണ്ടുപോകും. ഹത്താ തുഗയ്യിബഹു അനിൽ അബ്സാർ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തിടത്തേക്ക് അവനെ കൊണ്ടുപോകും. അങ്ങനത്തെ കാറ്റായിരുന്നു. ഇത്രയും തടിമാടന്മാരായ വലിപ്പമുണ്ടായിരുന്ന, ഉയരവും വലിപ്പമൊക്കെ ഏറെ ഉണ്ടായിരുന്നു. വേറെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടാണ് നമ്മൾ ഈ സൈസിലേക്ക് എത്തിയത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരം 60 ദിറാഅൻ, 60 മുഴമായിരുന്നു. ഇത്രയും ഉയരമുണ്ടായിരുന്നു. സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനുകൾ ആ ശരീര വലുപ്പത്തിലേക്ക് തിരിച്ചു പോകും.
على طول أبيهم آدم 60 ذراعا എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രയാസം തോന്നിയേക്കും. അത് നമ്മൾ ഈ വലുപ്പത്തിൽ ചിന്തിക്കുന്നുണ്ടാണ്. എല്ലാവരും അങ്ങനെ ആയാൽ അത് ഖൈറായ രൂപമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അങ്ങനെ ആക്കുക. കാരണം അവിടെ തമാമുൽ ലദ്ദത്താണ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അങ്ങേയറ്റം പൂർണ്ണതയിലാണ് അവിടെ സ്വർഗവാസികൾ അത് അനുഭവിക്കുക, അത് ആസ്വദിക്കുക. അള്ളാഹു നമ്മെ കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. തുഗയ്യിബുഹു അനിൽ അബ്സാർ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത ദൂരത്തേക്ക് ഉയരത്തിലേക്ക് ഇവരെ ഈ കാറ്റെടുത്തു കൊണ്ടുപോകും. സുമ്മ തുനക്കിസുഹു അല ഉമ്മി റഅസിഹി, പിന്നെ അവൻ അത് താഴേക്ക് വീഴ്ത്തും. എങ്ങനെയാണ്? തലകുത്തി താഴേക്ക് വീഴ്ത്തും. ഫയുസ്ഖിതു അലൽ അർദ്, അവൻ ഭൂമിയിൽ തലകുത്തി വീഴും. ഫതസ്ലഗു റഅസഹു, ശിരസ് അറ്റുപോകും, അതോടെ തല അറ്റുപോകും. ഫയബ്ഖാ ജുസ്സ ബിലാ റഅസ്, തലയില്ലാത്തവരും തടി മാത്രമായി തീരും. അതാണ് അല്ലാഹു പറഞ്ഞത്, കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ. സുബ്ഹാനല്ലാഹ്, എത്ര കടുത്ത ശിക്ഷയാണത്. അള്ളാഹു ചോദിക്കുന്നു, ഫകൈഫ കാന അദാബി വനുദുർ, എങ്ങനെയുണ്ടപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എന്റെ താക്കീതുകാരും എല്ലാം എങ്ങനെയുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ സൂറത്തിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണിത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ നാം പഠിക്കുന്നവർക്ക് വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, പഠിക്കാൻ ആളുണ്ടോ? ആരുണ്ട് പഠിക്കാൻ? അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. നോക്കൂ, അടുത്ത സമുദായത്തിന്റെ കാര്യം അള്ളാഹു പറയുന്നു, കദ്ദബത് സമൂദു ബിന്നുദുർ, പിന്നീട് വന്ന ഗോത്രമാണ്. നോക്കണം, ചരിത്രം ആവർത്തിക്കപ്പെടുന്നു, പക്ഷെ ആളുകൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. അത് ചരിത്രം പഠിച്ച ചില ആളുകൾ പറയാറുണ്ട്, ചരിത്രത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ നിന്ന് ആളുകളൊന്നും പഠിക്കുകയില്ല എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകിയവരല്ലാതെ. അത് നോക്കൂ, കാരണം ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും. നന്മയുടെ ആളുകൾ വിജയിച്ചത് ശരിയാണ്, പിന്നീട് വന്ന നന്മയുടെ ആളുകൾ അത് ഉൾക്കൊള്ളുന്നു. എന്നാൽ ഭൂമിയിലെ ബഹുഭൂരിപക്ഷം അവരുടെ അതേ പണി ചെയ്യുന്നു. അവർക്കറിയാം ഈ പണി എടുത്തവർ നാശത്തിലാണ് പോയിട്ടുള്ളത്, എന്നിട്ട് അത് തന്നെ ചെയ്യുന്നു. ചരിത്രം അവർ പഠിച്ചിട്ടു. അങ്ങനെയല്ല ചരിത്രം പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു മുൻഗാമികളുടെ ചരിത്രം വിവരിച്ചിട്ട് പറഞ്ഞത് എന്ത്? فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. എത്ര മഹത്തരമായ വാക്കാണത്. പഴയ ഉമ്മത്തുകളുടെ ചരിത്രം പറഞ്ഞതിനു ശേഷം അള്ളാഹു പറഞ്ഞു, فإنها لا تعمى الأبصار, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മുഖത്തുള്ള കണ്ണിനല്ല കാഴ്ചയില്ലാതായി പോകുന്നത്. ولكن تعمى القلوب التي في الصدور, നെഞ്ചകങ്ങളിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. അഥവാ ഇതിൽ നിന്ന് പഠിക്കാത്തവരാണ് ആളുകൾ, ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർ. അതാ അള്ളാഹു പറയുന്നു, കദ്ദബത് സമൂദു, സമൂദ് ഗോത്രവും നിഷേധിച്ചു. ബിന്നുദുർ, അവരും നുദുറിനെ നിഷേധിച്ചു. അള്ളാഹുവിന്റെ താക്കീതുകളെ, അവന്റെ റസൂലുകളെ അവർ നിഷേധിച്ചു. ഫഖാലു, അവർ ചോദിച്ചു, അവർ പറഞ്ഞു, അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാലിൻ വസുഉർ. ഫഖാലു, അവർ ചോദിച്ചു, അബശറൻ മിന്നാ, ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെയാണോ? ബശർ എന്നാൽ മനുഷ്യൻ. അബശറൻ മിന്നാ വാഹിദൻ, ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ നത്തബിഉഹു, ഞങ്ങൾ പിൻപറ്റാനോ? ഞങ്ങൾ ഈ വലിയ സമൂഹം, ഇയാളാരാണ് എന്ന് പറഞ്ഞ് റസൂലിനെ അവർ പച്ചാക്കുന്നു. ഇതൊക്കെ പിന്നെയുള്ള ആളുകളും മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ കാലത്തെ മുശ്രിക്കുകളും ചെയ്തതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഇത്രയും വലിയ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കെ, കേമന്മാരായ ഏമാന്മാരായ ഇത്രയും ബുദ്ധിയുള്ള ഞങ്ങൾ ഈ ഒരു മനുഷ്യനെ പിൻപറ്റാനോ? മലക്ക് വരട്ടെ ഇയാളുടെ കൂടെ. അതുപോലെ ഇദ്ദേഹത്തിന് ഒഴുകുന്ന ഒരു അരുവി ഉണ്ടാകട്ടെ, ഇദ്ദേഹത്തിന് സ്വർണത്തിന്റെ കൊട്ടാരം ഉണ്ടാകട്ടെ, കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക്. ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം അവർ പറഞ്ഞു, അല്ലാഹുവേ ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ പെയ്യിക്കും. അവർ പറഞ്ഞ വാക്കാണ്. അവിഅതിനാബിനാലി, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടാണ് എന്ന് അവർ വെല്ലുവിളിച്ചു. എത്ര കടുത്ത നിഷേധമാണ്. അള്ളാഹു എന്നിട്ടും അവർക്ക് എത്ര സമയം നീട്ടിക്കൊടുത്തു, എത്ര അവസരങ്ങൾ റബ്ബ് നൽകി.
ഇങ്ങനെ അവർ പറഞ്ഞു, ഒരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റാനോ? ഇന്ന ഇതൻ, എങ്കിൽ ഞങ്ങൾ ആയിത്തീരും ലഫീ ദലാലിൻ വസുഉർ, ഞങ്ങൾ ദലാലിൻ ഫീ ദലാലിൻ വഴികേടിലായിത്തീരും. വസുഉർ, സുഉർ എന്നാൽ ജുനൂൻ, ഭ്രാന്തായിത്തീരും ഞങ്ങൾ. ഈ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പിൻപറ്റണമെങ്കിൽ, ഞങ്ങൾ പിൻപറ്റിയാൽ ഞങ്ങൾ ദലാലത്തിലായി പോകും, ഞങ്ങൾ ഭ്രാന്തന്മാരാവും. ഞങ്ങൾ എന്താ ദലാലത്തിലാണോ, ഭ്രാന്തന്മാരാണോ ഈ മനുഷ്യരെ ഞങ്ങൾ പിൻപറ്റാൻ എന്നവർ ചോദിച്ചു. അവർ പറഞ്ഞു, അഉൽഖിയ الذിക്റു അലൈഹി മിൻ ബൈനിനാ, അഉൽഖിയ الذിക്റു, ഈ ദിക്ർ, ഈ ഉത്ബോധനം, ഈ വഹി അത് കിട്ടിയെന്നോ? ഉൽഖിയ എന്നാൽ വന്നു കിട്ടി, അത് വീണു. അദ്ദിക്റു, ഈ ദിക്ർ, ഈ വഹി, അള്ളാഹുവിന്റെ സന്ദേശം കിട്ടിയെന്നോ? അലൈഹി, ഇതാ ഇയാൾക്ക്, മിൻ ബൈനിനാ, ഞങ്ങൾക്കിടയിൽ നിന്ന്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നിട്ട് എന്താണ് ഒരാൾക്ക് വഹി കിട്ടിയത്? എത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വഹി വരാത്തത്? അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ട് നഗരങ്ങളിലെ അഥവാ മക്കയിലെയും തായിഫിലെയും വലിയൊരു മനുഷ്യന് സമ്പത്തും അതുപോലെ സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ എന്താ കിട്ടാത്തത്? എന്താ ഈ യതീമായ മുഹമ്മദിന് കിട്ടിയത് എന്നവർ ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അവരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്ത് വീതിച്ചു കൊടുക്കുന്നവർ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, നാമല്ലേ ദുനിയാവിൽ അവരുടെ മഈശത്ത് വീതിച്ചു കൊടുത്തത്. ചിലർ സമ്പന്നരാക്കിയതും ചിലർ ദരിദ്രരാക്കിയതും ആരാ? അള്ളാഹു തന്നെ. ആ റബ്ബാണ് ചിലർക്ക് റിസാലത്ത് കൊടുക്കുക, ആ റബ്ബാണ് നബി ആരാകണമെന്ന് തീരുമാനിക്കുക, മനുഷ്യരല്ല. ഒരു മനുഷ്യന് സ്വയം വിചാരിച്ചാൽ നബിയാകാനോ റസൂലാകാനോ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നബിയാകണമെന്നോ റസൂലാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പേടിച്ചു പോയത്. അതുപോലെയാണ് ഇവരുടെ ചോദ്യം, ഇയാൾക്കാണോ ഞങ്ങൾക്കിടയിൽ വഹി ലഭിച്ചത്? ബൽ ഹുവ കദ്ദാബുൽ അശീർ. നോക്കണം, അവർ ഏറ്റവും സത്യസന്ധനായ, സത്യം മാത്രം അവരോട് പറയുന്ന, ചതിയുടെയോ വഞ്ചനയുടെയോ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത അവരുടെ റസൂലിനെ വിളിക്കുന്നത് എന്താ? ബൽ ഹുവ കദ്ദാബുൽ അശീർ, ഇതൊരു കദ്ദാബാണ്, പെരുങ്കള്ളനാണ്. അശീർ, അശീർ എന്നാൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, മുതജാവിസുൻ ഫീ ഹദ്ദിൽ കദീബ്, കളവിന്റെ പരിധി വിട്ടവൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കള്ളനാണ്. അതുപോലെ ചില ഇങ്ങനെയും അതിനൊരു അർത്ഥമുണ്ട്, സുഖലോലുപത ആഗ്രഹിക്കുന്ന അഹങ്കാരിയായ കള്ളനാണിത് എന്നവർ പറഞ്ഞു. അള്ളാഹു പറയുന്നത് നോക്കൂ, സയഅലമൂന ഗദൻ മനിൽ കദ്ദാബുൽ അശീർ. കടുത്ത താക്കീതാണ്. സയഅലമൂന ഗദൻ, നാളെ അവരറിയും. സയഅലമൂന ഗദൻ, നാളെ അവർ അറിയും. മനിൽ കദ്ദാബുൽ അശീർ, ആരാണ് അശീറായ കദ്ദാബ്, പെരുങ്കള്ളനാരാണ്, അഹങ്കാരിയായ കളവ് പറയുന്നവൻ ആരാണെന്ന് നാളെ അവരറിയും. ഇബ്നു കസീർ പറയുന്നു, വഹാദാ തഹ്ദീദുൻ ലഹും ശദീദുൻ വവഈദുൻ അകീദ്, അല്ലാഹുവിന്റെ കടുത്ത ശക്തമായ താക്കീതും ഭീഷണിയുമാണിത് ഈ പറഞ്ഞത്. അള്ളാഹു അവർക്ക് ഒരായത്ത് ഇറക്കി കൊടുക്കുകയുണ്ടായി. നബിമാരിലൂടെ എല്ലാം അള്ളാഹു ചില ആയത്തുകൾ, ചില അത്ഭുതങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട്. അവരുടെ റിസാലത്തിന് തെളിവായി, അവർ അള്ളാഹുവിന്റെ തിരുദൂതന്മാരാണ് എന്നതിനുള്ള തെളിവായി. സമൂദ് ഗോത്രത്തിന് അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്ത തെളിവ് എന്താണ്? ഒരൊട്ടകമാണ്. ആ ഒട്ടകം ഒരു പാറക്കൂട്ടത്തിനിടയിലെ വിള്ളലിൽ നിന്ന് പുറത്തേക്ക് വന്നു, വലിയൊരൊട്ടകം. അത്ഭുതമാണത്. അള്ളാഹു പറഞ്ഞു, ഇന്നാ മുർസിലുൻ നാഖ, നാം അവർക്ക് വേണ്ടി ഒരു നാഖത്തിനെ അയക്കുന്നതാണ്. എന്താണ് നാഖ? ഒട്ടകം. ഇന്നാ മുർസിലു, നാം അയക്കുന്നവനാകുന്നു. അന്നാഖ, ആ ഒട്ടകത്തെ. ഫിത്നതൻ ലഹും, എന്തിനാണ് അവർക്ക് ഒട്ടകത്തെ അയക്കുന്നത്? ഫിത്നതൻ ലഹും, അവർക്കൊരു പരീക്ഷണമായിക്കൊണ്ട്. അതുകൊണ്ട് ഓ സാലിഹ്, സമൂദ് ഗോത്രത്തിലേക്ക് വന്ന റസൂലാണ് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഫർതഖിബുഹും, താങ്കൾ അവരെ നിരീക്ഷിക്കുക, നോക്കുക അവരെന്താണ് ചെയ്യുന്നത്, കാത്തിരിക്കുക. വസ്തബിർ, താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക. ഇബ്നു കസീർ പറയുന്നു, അഖ്റജ അല്ലാഹു ലഹും നാഖതൻ അളീമതൻ അശറ, അവർക്ക് അള്ളാഹു ഒരു വലിയ ഒട്ടകത്തെ, 10 മാസം തികഞ്ഞ ഒരു ഒട്ടകത്തെ, എന്നാൽ അത് പാല് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മിൻ സഖറത്തിൻ സമ്മ തിബ്ഖ മാ സഅൽ, ഒരു കറുത്ത പാറക്കെട്ടിൽ നിന്നാണ്
അവർക്ക് ആ ഒട്ടകത്തെ അള്ളാഹു ഇറക്കി കൊടുത്ത് അവരാവശ്യപ്പെട്ടതുപോലെ, അവരെങ്ങനെയാണ് ആവശ്യപ്പെട്ടത് അതുപോലെ. ലിതകൂന ഹുജ്ജത്തുല്ലാഹി അലൈഹിം, അള്ളാഹു അവർക്കെതിരിൽ തെളിവ് സ്ഥാപിക്കാൻ. ഫി തസ്ദീഖ് സാലിഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബിയെ സത്യപ്പെടുത്തുന്ന കാര്യത്തിൽ, സാലിഹ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവാണ്. അവർ സാലിഹ് നബിയിൽ വിശ്വസിക്കണം. അതിനുവേണ്ടി അള്ളാഹു അവർക്ക് ഈ ഒട്ടകത്തെ കൊടുത്തു. ആ നാട്ടിലേക്ക് അള്ളാഹു ഈ ഒട്ടകത്തെ അയച്ചു. അള്ളാഹു സാലിഹ് നബിയോട് കാത്തിരിക്കാൻ പറഞ്ഞു. കാത്തിരിക്കുക, വിജയം താങ്കൾക്കാൻ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായം താങ്കൾക്കാൻ. വനബ്ബിഉഹും വസാലിഹ്, അവരെ അറിയിക്കുക, അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും കുല്ലു ശിർബിൻ മുഹ്തദിർ, കുല്ലു ശിർബിൻ മുഹ്തദർ, കുല്ലു ശിർബിൻ മുഹ്തദർ. വനബ്ബിഉഹും, അവരെ അറിയിക്കുക, അന്നൽ മാഅ, വെള്ളം എന്ന് പറഞ്ഞാൽ അവർ വെള്ളമെടുക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്ന സ്ഥലമുണ്ട്. അത് ഖിസ്മത്തും ബൈനഹും, വെള്ളം വീതിക്കപ്പെട്ടിരിക്കുന്നു, അത് ഖിസ്മത്താണ്. എന്ന് പറഞ്ഞാൽ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസമുണ്ട്, അന്ന് നിങ്ങൾ അതിലേക്ക് അടുക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്ക് അതിന്റെ പാലെടുക്കാം. നിങ്ങൾക്ക് വെള്ളം എടുക്കാവുന്ന ദിവസമുണ്ട്. അതാണ് അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും, വെള്ളം അവർക്കിടയിൽ വീതിക്കപ്പെട്ടിരിക്കുന്നു. കുല്ലു ശിർബിൻ, ശിർബ് എന്നാൽ വെള്ളത്തിന്റെ ഓഹരിയാണ്. ഷിർബ്, ഷുർബ് എന്ന് പറഞ്ഞാലോ വെള്ളം കുടിക്കുക എന്ന പ്രവർത്തിക്കാണ് എന്ത് പറയാ, ഷുർബ്, ഷുർബ്, വെള്ളം കുടിക്കുക. എന്നാൽ ഷിർബ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഓഹരിയാണ്, ഓരോരുത്തർക്കുമുള്ള ഓഹരി. കുല്ലു ഷിർബിൻ മുഹ്തദർ, അതുപോലെ ആ വെള്ളം കുടിക്കാനുള്ള ഓഹരി ആർക്കാണോ അന്ന്, ആരുടെ അവസരമാണോ മുഹ്തദർ, അന്ന് അവൻ വരട്ടെ, അവൻ ഹാജറാവട്ടെ, അവൻ ഹാജരാവട്ടെ. ഓരോരുത്തർക്കും ഹാജരാകാവുന്ന വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ട്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ, താബിഈയായ മുജാഹിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഇദാ ഗാബത് ഹദറുൽ മാ, കുല്ലു ശിർബി മുഹ്തദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ ഗാബത്, ഒട്ടകം വെള്ളം കുടിക്കാൻ വരാത്ത ദിവസം, ഹദറുൽ മാ, ഹദറു അൽ മാ, അതാണ് മുഹ്തദർ. അവർ വെള്ളത്തിന്റെ അടുത്ത് വരട്ടെ, വെള്ളം കുടിക്കട്ടെ. ഇദാ ജാഅത്, ഒട്ടകം വന്നാൽ, ഹദറുൽ ലബൻ, അവർക്ക് അതിന്റെ പാലെടുക്കാം. ഇങ്ങനെ അള്ളാഹു അവർക്കിടയിൽ ഈ നിയമം സാലിഹ് നബിയിലൂടെ നിയമമാക്കി. ഇതിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒട്ടകത്തെ ഒന്നും ചെയ്യരുത്, അതിനെ തൊട്ടാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്ന് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അവർക്ക് പ്രയോജനമുള്ളതാണത്. പക്ഷെ എന്താണ് ഖൗമ് ചെയ്തത്? അള്ളാഹു പറയുന്നു, ഫനാദൗ സാഹിബഹും, ഫനാദൗ, അവർ വിളിച്ചു, സാഹിബഹും, അവരുടെ കൂട്ടുകാരൻ, അഥവാ അവരുടെ ഏറ്റവും നെറികെട്ട, ഏറ്റവും ഹതഭാഗ്യനായ, ഏറ്റവും തെമ്മാടിയായവനായിരുന്നു അവൻ. അള്ളാഹു പറഞ്ഞില്ല, ഇതിം ബഅസ അഷ്ഖാഹ, അവരുടെ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ആ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി കഅബയുടെ അരികിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങി ഭാഗത്തു നിന്ന് പരിഹസിക്കാണ് മുശ്രിക്കുകൾ. എന്നിട്ട് അവർ പറഞ്ഞു, ആരാണ് ആ ഇന്ന ഗോത്രത്തിൽ അറുത്ത ഒട്ടകത്തിന്റെ കൊടൽമാല എടുത്തിട്ട് മുഹമ്മദിന്റെ കഴുത്തിലിടാൻ വേണ്ടി അത് എടുത്തിട്ട് വരിക? ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഫംബഅത അഷ്ഖാഹ, അവൻ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതെടുക്കാൻ പുറപ്പെട്ടു എന്ന്. ഈ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഉഖബത്ത് ഇബ്നു അബി മുഅയ്യിസ് എന്ന് പറഞ്ഞ മുശ്രിക്കായിരുന്നു അതെടുക്കാൻ പുറപ്പെട്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അബൂജഹലാണ്, അവനും അക്കൂട്ടത്തിലുണ്ട്. പക്ഷെ ഈ പ്രവൃത്തിയിൽ ഇവനായിരുന്നു മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് ആ പ്രവർത്തനത്തെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫനാദൗ സാഹിബഹും, അവരവരുടെ കൂട്ടുകാരനെ വിളിച്ചു. തആത എന്ന് പറഞ്ഞാൽ തആത ലിശൈ, ഒരുവൻ ഒരു കാര്യത്തിന് തആത എന്ന് പറഞ്ഞാൽ അതിനിറങ്ങി പുറപ്പെട്ടു, അതിന് ധൈര്യം കാണിച്ചു, നശിപ്പിക്കുന്ന ധൈര്യം. ഫതആത, അവൻ അതിനിറങ്ങി പുറപ്പെട്ടു. ഫഅഖർ, എന്നിട്ട് ആഖറ, അതിനെ അറുത്തു കളഞ്ഞു. ആഖറ എന്ന് പറഞ്ഞാൽ അറുക്കുക. ഫഅഖർ, ആ ഒട്ടകത്തെ അവൻ അറുത്തു. അള്ളാഹു ചോദിക്കുന്നു, ഫകൈഫ കാന അദാബി വനുദുർ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ശിക്ഷ, എന്റെ അദാബ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ നുദുർ എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ താക്കീതുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹു എന്തായിരുന്നു അവർക്ക് അള്ളാഹു അയച്ച ശിക്ഷ? ഇന്നാ അർസൽനാ അലൈഹിം സൈഹതൻ വാഹിദ,
ഇന്ന അർസൽന അലൈഹിം, നാം അവർക്ക് നേരെ അയച്ചു സയ്ഹതൻ വാഹിദ, ഒരു ഘോര ശബ്ദം. എന്താണ് ആ ഘോര ശബ്ദം എന്ന് പറഞ്ഞാൽ? ഒരു ഇടുത്തി പോലെയുള്ള ശബ്ദമാണ്. അതുണ്ടായാൽ തഫ്സീറുകളിൽ കാണാം, നിന്ന നിൽപ്പിൽ മനുഷ്യന്റെ ഹൃദയം എവിടെയാണോ ഉള്ളത് അവിടുന്ന് ഇളകിയിട്ട് അത് വീഴുമെന്നാണ്. ഉള്ളിൽ നിന്ന് ഹൃദയം പറഞ്ഞു പോകുന്ന, അതിന്റെ സ്ഥാനത്ത് നിന്ന് വീണുപോകുന്ന കടുത്ത ശബ്ദമാണ്. ഇടിയൊഴില്ലേ? സുബ്ഹാനല്ലാഹ്. ബുദ്ധിയുള്ളവന്, ഈമാനുള്ളവന് ഇത്ര ചിന്തിക്കാനുണ്ട് ആ ശബ്ദം. എന്തൊരു ശബ്ദമാണെന്ന് ആലോചിച്ച് നോക്കി. ഹദീസുകളിൽ കാണാം, ഒരു മലക്ക് മേഘങ്ങളെ ആട്ടിത്തെളിക്കുന്ന ശബ്ദമാണ്, ഒരു മലക്കിന്റെ ശബ്ദമാണത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അത് ചെറിയ ശബ്ദമാണ് അത്ര. അതിലപ്പുറത്തുണ്ടാക്കിയാൽ അതെന്തായി മാറും? സൈഹത്തായി മാറും. അത് സൈഹത്തായി മാറും. സുബ്ഹാനല്ലാഹ്. അതിന് പല കാരണങ്ങൾ അത് നോക്കി ഗവേഷണം നടത്തുന്ന ആളുകൾ പറഞ്ഞേക്കാം. അതൊന്നും, ആ കാരണങ്ങളൊന്നും ഇതിനെതിരല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആമന്ന വസദ്ദഖു, റസൂൽ പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു, നമ്മളത് സത്യപ്പെടുത്തി. ആരെന്ത് പറയട്ടെ? കാരണം ശാസ്ത്രമല്ല ദീനിന്റെ ഹക്കും ബാത്തിൽ തീരുമാനിക്കുക, മറിച്ച് ദീനുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും അളക്കുക. ശാസ്ത്രം വെച്ച് ദീൻ അളക്കല്ല, ദീൻ വെച്ച് ഇതിനെ അളക്കലാണ്. കാരണം ശാസ്ത്രം മനുഷ്യന്റെ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ്. അത് തിരുത്തലുകൾ അതിൽ എമ്പാടും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. എമ്പാടും തിരുത്തലുകൾ ചരിത്രത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഒരുപാട് അബദ്ധങ്ങൾ തിരുത്തിയിട്ടുണ്ട്, ഇനിയും തിരുത്തും. അത് മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കണം. അതിൽ തെറ്റുവരും. ഇത് അള്ളാഹുവിന്റെ വഹിയാണത്, തെറ്റുകയില്ല. അവർക്ക് നേരെ നാം ഒരു ഘോര ശബ്ദം അയച്ചു. അപ്പോൾ അവരെങ്ങനെ ആയിത്തീരുന്നു? ഫകാനു, അപ്പോൾ അവരായിത്തീർന്നു കഹശീമിൽ മുഹ്തദർ, കഹശീമിൽ മുഹ്തദിർ. ഹശീം എന്നാൽ ഹശമ എന്ന വാക്കിൽ നിന്നാണ് ഹശീം ഉണ്ടാവുക. ഹശമ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയിട്ടുള്ള ഉള്ളു പൊള്ളയായ എന്തെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ പൊടിച്ചിടൂലേ, അതിനാണ് ഹശമ എന്ന് പറയുക. ഉണങ്ങിപ്പൊടിഞ്ഞ ഒരു വസ്തു, പൊതുവെ വൈക്കോല് പോലെ, മരച്ചില്ലകൾ, മരത്തിന്റെ ഇലകൾ, അതൊക്കെ ഉണങ്ങിപ്പൊടിഞ്ഞ അങ്ങനെ ഉണ്ടാവും. അതിനാണ് ഹശീം എന്ന് പറയുന്നത്. അവരതുപോലെ ആയിത്തീർന്നു. ഹശീമിൽ മുഹ്തദിർ. മുഹ്തദിർ എന്നാൽ അത് രണ്ടർത്ഥം അതിന് പ്രയോഗിക്കാറുണ്ട്. കാരണം മുഹ്തദിർ എന്നും മുഹ്തദർ എന്നും ഖിറാഅത്തുണ്ട്. രണ്ട് രീതിയിലും ഖിറാഅത്ത് ഉണ്ട് ഈ ആയത്തിന്. മുഹ്തദിർ എന്നാൽ ഒട്ടകത്തിന് വേണ്ടി അവർ ഒരാല കിട്ടും. മരങ്ങൾ കൊണ്ടുവന്ന്, ഉണങ്ങിയ മരവും അതിന്റെ ഇലകളൊക്കെ കൊണ്ടുവന്ന്, ഓലയൊക്കെ കൊണ്ടുവന്ന് അവർ കെട്ടും. അത് കെട്ടുന്ന ആൾക്ക് എന്ത് പറയും? മുഹ്തദിർ എന്ന് പറയും. എന്നാൽ കെട്ടിയ ആലയുടെ മരച്ചില്ലകളും ഓലകൾക്കും എന്ത് പറയും? മുഹ്തദർ എന്ന് പറയും. അപ്പൊ അതിന്റെ പൊടി ഉണ്ടല്ലോ, അതുപോലെ ആയിത്തീരും. ഇത് അറബികൾക്ക് വേഗം മനസ്സിലാകുന്ന ഉദാഹരണമാണ്. ഇത് കേൾക്കുന്ന ആദ്യത്തെ അഭിസംബോധിതരായ അറബികൾക്ക് വേഗം മനസ്സിലാകുന്ന ഉദാഹരണമാണ്. അങ്ങനെ പൊടിഞ്ഞ ഒട്ടകങ്ങളും അതുപോലെ കുതിരകളുമൊക്കെ ചവിട്ടി മതിച്ച പൊടി എങ്ങനെ ഉണ്ടാവും? വൈക്കോൽ തുരുമ്പുകൾ അതുപോലെ ആയിത്തീർന്നു അവർ. വലിയ പാറകളൊക്കെ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയ ശക്തന്മാരായ ആളുകളായിരുന്നു. നമ്മക്കാൾ ശരീരം കൊണ്ടും അതുപോലെ പല സൗകര്യങ്ങൾ കൊണ്ടും മെച്ചപ്പെട്ട ആളുകൾ അവരിങ്ങനെ ആയിത്തീർന്നു. അള്ളാഹു പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആനിനെ നാം ദിക്റിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. പഠിക്കാൻ ആളുണ്ടോ? ആരുണ്ട് പഠിക്കാൻ? അവരെ അള്ളാഹു സഹായിക്കുമെന്നാണ്. അള്ളാഹു ഈ ഖുർആൻ പഠിക്കുക എന്നത് എളുപ്പമാക്കിയിരിക്കുന്നു. ഇനി ഇതാ അടുത്ത സമുദായത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, കസ്സബത് ഖൗമു ലൂത്തിൻ ബിന്നുദുർ. കസ്സബത് ഖൗമു ലൂത്തിൻ. ലൂത്ത് നബിയുടെ ഖൗം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം നിഷേധിച്ചു. ബിന്നുദുർ, അള്ളാഹുവിന്റെ താക്കീതുകളെ, അവന്റെ റസൂലുകളെ അവർ നിഷേധിച്ചു. ഇമാം ഇബ്നു കസീർ പറയുന്നു, മുഖ്ബിറൻ യഖൂലു തആല മുഖ്ബിറൻ അൻ ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ സമുദായത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, കൈഫ കദ്ദബു റസൂലഹും വഖാലഫൂഹു.
എങ്ങനെയാണ് അവരവരുടെ റസൂലുകളെ നിഷേധിച്ചത്? വഖാലഫു, നബിമാരോട് എതിർ പ്രവർത്തിച്ചത്. വർത്തകബു അൽ മക്റൂഹ്, ഏറ്റവും വൃത്തികെട്ട മോശമായ പ്രവർത്തനം അവർ ചെയ്തു. മിൻ ഇത്യാനി ദുഖൂർ, പുരുഷന്മാരെ ലൈംഗിക വീഴ്ചക്ക് സമീപിക്കുക എന്ന വൃത്തികെട്ട പ്രവർത്തനം അവർ ചെയ്തു. വഹിയൽ ഫാഹിശതു അല്ലതി ലം യസ്ബിഖുഹും ബിഹാ അഹദു മിനൽ ആലമീൻ, അവർക്ക് മുമ്പ് ലോക ചരിത്രത്തിൽ ആരും ഇത് ചെയ്തിട്ടില്ലായിരുന്നു. ലൈംഗിക മോഹം പുരുഷന്മാരിൽ തീർക്കുക എന്ന്. ഈ പരമ വൃത്തികെട്ട മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത കാര്യം ഇന്ന് മഹത്വവൽക്കരിക്കുകയാണ് ആളുകൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എവിടേക്കാണ് ആളുകൾ പോകുന്നത്? എതിര് പറയാൻ പാടില്ല. ഇന്ന് ആള് എതിര് പറഞ്ഞവനെതിരെ കേസെടുക്കുന്ന സ്ഥിതിയാണ് അത്ര വരാൻ പോകുന്നത്. നസ്അലുല്ലാഹു അൽ ആഫിയ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ പുരോഗമനത്തിന്റെ അടയാളങ്ങളാണത്ര. ഇത് ആരെങ്കിലും പറയുന്നതല്ല, മറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത്. എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിന്റെ നൂറ് കിട്ടാത്തവൻ ഒരു നൂറുമില്ല. അള്ളാഹു വെളിച്ചം കൊടുക്കാത്തവൻ ഒരു വെളിച്ചവുമില്ല. എന്താണ് ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ചോദിക്കുന്നത്? സ്വാതന്ത്ര്യമില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതേ ആളുകൾ നാളെ എന്തും ചോദിക്കും. രക്തബന്ധമുള്ളവർ ആരാണെന്ന് ഞാൻ വിവരിക്കുന്നില്ല. രക്തബന്ധമുള്ളവർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മള് കാത് മോശമാവണ്ട, നാവ് മോശമാവണ്ട, അക്രമക്കുമുള്ള രക്തബന്ധമുള്ള ആളുകൾ പരസ്പരം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അതും നാളെ ശരിയാണെന്ന് പറഞ്ഞൂടെ? എന്താണ് ഒരു കൈതും ഒരു നിയന്ത്രണങ്ങളും ഒരു നിയമങ്ങളും ഈ ആളുകൾക്ക് ബാധകമല്ലല്ലോ. എല്ലാ മനുഷ്യന്റെ സ്വാതന്ത്ര്യമല്ലേ? നോക്ക്, അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇവരുടെ ന്യായം വെച്ച്, ഇവരുടെ മാനദണ്ഡം വെച്ച് എല്ലാത്തിനും ന്യായീകരിക്കാം. എന്താണ് ഇവിടെ തെറ്റുള്ളത്? ഒന്നും തെറ്റില്ല. മനുഷ്യൻ എവിടെ തീർക്കണമെന്ന് നോക്കിയാൽ അവിടെ തീർക്കാം എന്നതാണ് ഇവരുടെ മാനദണ്ഡം. സുബ്ഹാനല്ലാഹ്. ഈ ദീൻ വിട്ടാൽ പിന്നെ എവിടെയാണ് ആളുകൾ പോവുക എന്ന് ചിന്തിച്ചു നോക്കും. എത്ര വലിയ ചെളിക്കുണ്ടിലാണ് അള്ളാഹുവിന്റെ ദീൻ വിട്ടവൻ പിന്നെ പോയി ചാടുക. അവനെ ശൈത്താൻ റാഞ്ചെടുത്ത് കൊണ്ടുപോകും. അവന് വെളിച്ചമില്ല. ഏതാണ് ഖൈർ, ഏതാണ് ശർ, ആര് പറഞ്ഞുതരും? ദീനിനെ പരിഹസിക്കാൻ അള്ളാഹുവിനെയും സ്വർഗനരകങ്ങളെയും റസൂലിനെയും പരലോകത്തെയും ഒക്കെ പരിഹസിക്കാൻ നടക്കുന്നവനെ ചോദിക്കട്ടെ, ഇതിന് പകരം എന്ത് ദീനാ നിനക്ക് പറയാനുള്ളത്? എന്താണ് ഖൈറിന്റെയും ഷറിന്റെയും മാനദണ്ഡം? നീതിയുടെയും അനീതിയും നിനക്ക് ആര് പറഞ്ഞുതരും? എവിടെ നിന്റെ ലൈംഗിക മോഹം തീർക്കണം? ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം, ആര് പറഞ്ഞുതരും? മനുഷ്യന്റെ ബുദ്ധിയോ? അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. മനുഷ്യന്റെ ബുദ്ധി തീരുമാനിച്ചത് ഇതുപോലെ ഉണ്ടാവും. എനിക്ക് പറഞ്ഞതുപോലെ അഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ഈ ദീനിൽ അഭിമാനമുള്ളവരാക്കുകയും ഇതിനായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ. അവർ ഒരു ഖൗമും ചെയ്യാത്ത പ്രവൃത്തി പ്രവർത്തിച്ചു. അള്ളാഹു എന്താണ് ചെയ്തത്? ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ, നാം അവർക്ക് നേരെ ഒരു ചരൽ മഴ, കല്ലുമഴ പെയ്യിച്ചു. ഇല്ല ആല ലൂത്ത്, ലൂത്തിന്റെ കുടുംബത്തിന് മേലൊഴികെ. അഥവാ ലൂത്ത് നബിയിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കുടുംബക്കാരുണ്ട്, പെൺമക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരുമില്ല. അവരാണ് ആല ലൂത്ത് എന്ന് പറഞ്ഞത്. അവരെ ഒഴികെ നജ്ജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. സഹർ, സഹറിന്റെ നേരത്ത് അഥവാ അത്താഴത്തിന്റെ നേരത്ത്, സുബ്ഹിനോടടുത്ത നേരത്ത് അവരെ രക്ഷപ്പെടുത്തി. എന്താണ് ഈ ഖൗം ആരും ചെയ്യാത്ത പ്രവൃത്തി പ്രവർത്തിച്ചപ്പോൾ ആരെയും ശിക്ഷിക്കാത്ത ശിക്ഷ കൊണ്ട് അള്ളാഹുവിനെ ശിക്ഷിച്ചു. ഇതിനു മുമ്പ് ഒരു ഖൗമിനെയും ശിക്ഷിക്കാത്ത ശിക്ഷയാണ് അള്ളാഹു അവർക്ക് നൽകിയത്. അഥവാ അവർ ഈ മോശമായ വൃത്തി ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് അമലു ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ സമുദായം ചെയ്ത പ്രവൃത്തിയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട, നമ്മളെ കുട്ടികളെ വളരെ സൂക്ഷിക്കേണ്ട കാലമാണിത്. നമ്മുടെ കുട്ടികളെ, പെൺകുട്ടികളെ എന്ന പോലെ ആൺകുട്ടികളെ വേറെ സൂക്ഷിക്കേണ്ട കാലമാണിത്. അവരെ പെൺകുട്ടികളെ സൂക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ചില രൂപത്തിൽ അതിനേക്കാളും അവരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. എങ്ങനെയാണ് ശിക്ഷിച്ചത്? ഫഇന്നഹു തആല അമറ ജിബ്രീൽ, അല്ലാഹു ജിബ്രീലിനോട് കൽപ്പിച്ചു. ഫഹമല മദായിനഹു, ജിബ്രീൽ അവരുടെ നാട് ഒന്നാകെ പൊക്കിയെടുത്തു. അവരുടെ നാട് അതൊന്നാകെ ജിബ്രീൽ ഉയർത്തിയെടുത്തു. ഹത്ത വസറ ബിഹ ഇല അനാനിസ് സമാ, ആകാശത്തിനു മുകളിലേക്ക് അതെത്തി. തഫ്സീറുകളിൽ കാണാം, ആകാശത്തെ മലക്കുകൾ അവരുടെ നാട്ടിലുള്ള നായയുടെ കുരയും
കഴുതയുടെ കരച്ചിലും ഒക്കെ കേട്ടു. ഉയർത്തിയെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ ഖല്ലബഹ അലൈഹി, തലതിരിച്ചു. വാർസലഹ, താഴെ കിട്ടു. മുകളിലേക്ക് കൊണ്ടുപോയി ഉയർത്തിയിട്ട് മറിച്ച് താഴെ കിട്ടു. അതിന്റെ മേലെ തീക്കല്ലുകൾ, തുടരെ വരുന്ന തീക്കല്ലുകൾ അല്ലാഹു അയക്കുകയും ചെയ്തു. ഇന്നും ഭൂമിയിൽ അത് ബാക്കിയുണ്ട്. ഇന്നും ചാവുകടൽ ബാക്കിയുണ്ട്. എല്ലാവർക്കും കാണാൻ ഉപ്പ് നിറഞ്ഞ കടൽ. സദൂം ഗോത്രം എന്ന ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ സ്ഥലമാണത്. അവിടെയാണ് അള്ളാഹു അവരെ ആഴ്ത്തിയത്. ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ചരിത്രത്തെ നിഷേധിക്കുന്നവൻ അമേരിക്കയില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും. കാരണം ഇത് അത്രയും അറിയപ്പെട്ട യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിലും അള്ളാഹു മുൻപേ ഇറക്കിയ കിതാബുകളിലും എല്ലാം പറയപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയാം ഇത്. ഇതൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ ഉണ്ടാവും. അജ്മഅ അലൈഹിൽ മുസ്ലിമൂൻ വൽ യഹൂദു വൻ നസാറ. മുസ്ലിമീങ്ങളെ യഹൂദികളുടെ നസാനികളെ ഇജ്മാഉള്ള വിഷയമാണെന്ന് പറയും ചില കാര്യത്തിൽ. മുസ്ലിമീങ്ങളെ ഇജ്മാ ഉണ്ടെന്ന് പറയും. പണ്ഡിതന്മാരുടെ ഇജ്മാ ചില കാര്യം എങ്ങനെയാണ്? മുസ്ലിമീങ്ങളും യഹൂദികളും നസാനികളും ഇജ്മാ ആയിട്ടുണ്ട്. അതുപോലത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുപോലത്തെ ചരിത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യങ്ങൾ. അള്ളാഹു അവർക്ക് നേരെ ഈ കടുത്ത ശിക്ഷ അയക്കുകയുണ്ടായി. ഇല്ല ലൂത്ത് നബിയുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറഞ്ഞു, ലൂത്ത് നബിയുടെ ഭാര്യ പോലും അതിനുണ്ടായിട്ടില്ല. ലൂത്ത് നബിയും അദ്ദേഹത്തിന്റെ പെൺമക്കളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നു. നജ്ജൈനാഹും, അവരെ രക്ഷപ്പെടുത്തി ബിസഹർ, സഹറിന്റെ നേരത്ത്, അത്താഴത്തിന്റെ നേരത്ത്, സുബ്ഹിനോടടുത്ത രാത്രിയിൽ. നിഅമതൻ മിൻ ഇൻദിന, നമ്മുടെ നിഅമത്തായിക്കൊണ്ട്, അനുഗ്രഹമായിക്കൊണ്ട്, നിഅമതൻ ഒരനുഗ്രഹമായിക്കൊണ്ട്, മിൻ ഇൻദിന നമ്മുടെ പക്കൽ നിന്നുള്ള. കദാലിക, അങ്ങനെയാണ്, നജ്സി നാം പ്രതിഫലം നൽകുക, മൻ ശക്കർ, ആരാണോ നന്ദി കാണിച്ചത്. കദാലിക നജ്സി മൻ ശക്കർ. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മഹത്തായ ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ അദാബ് വന്നാൽ അള്ളാഹു നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരെ രക്ഷപ്പെടുത്തുമെന്ന്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു അവന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്. അത് ഏറെ നമ്മൾ ചിന്തിക്കേണ്ട കാലമാണിത്. കാരണം ഇന്ന് നന്മ കൽപ്പിച്ചാൽ അവനെ ജീവിക്കാൻ കൂടില്ല, തിന്മ കൽപ്പിക്കുന്നവനെ നാട്ടിൽ ജീവിക്കാൻ കൂടില്ല. ജനങ്ങളുടെ ദ്രോഹവും അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസവും പേടിച്ച് നമ്മൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹിന്റെ അദാബ് വരും. അള്ളാഹുവിന്റെ അദാബ് എല്ലാവർക്കുമാണ് വരിക. പിന്നെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുകയില്ല. അള്ളാഹുവിന്റെ അദാബ് വന്നാൽ ഈ പറയുന്ന ഒരുത്തൻ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ആരെ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ആരുടെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് നിന്നു പോകുന്നു പേടിച്ചിട്ട് നന്മ കൽപ്പിക്കാതിരുന്നാൽ, തിന്മ വിരോധിക്കാതിരുന്നാൽ, നല്ല ഭാഷയിൽ സൗമ്യമായി നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അള്ളാഹിന്റെ അദാബ് വന്നാൽ ഇവരാരും നമ്മൾ രക്ഷിക്കാനുണ്ടാവില്ല. എല്ലാവരും ഓടുകയാണ്. എല്ലാവരും രക്ഷിക്കണമെന്ന് നിലവിളിക്കുകയാണ്. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് പേടിച്ചാലും അത് വകവെക്കാതെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ റബ്ബ് നമ്മളെ സഹായിക്കും. അള്ളാഹു സഹായിച്ചാൽ, അള്ളാഹു കൂടെ ഉണ്ടായാൽ ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രമല്ല, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഒരാൾ ജീവിക്കുന്ന നാടിനോടും അവിടെയുള്ള മുഴുവൻ ആളുകളോടും ചെയ്യുന്ന ഖൈറാണ്. ഈ ദീൻ എന്നത് അമാനാണ്, സംരക്ഷണമാണ്. ഈ ദീനിന്റെ ദഅവത്ത് എന്നത് സംരക്ഷണമാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും, മുസ്ലിമിനും കാഫിറിനും വരെ. കാരണം എന്താ? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നാൽ ഇവിടെ അദാബാണ് ഇറങ്ങുന്നത്, അതെല്ലാവർക്കും ഉണ്ടാവും. അതിൽ നിന്ന് അവനും കൂടി രക്ഷയാണ് എന്ത്? ഇവിടെ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ, അള്ളാഹുവിന്റെ സുരക്ഷ വേണ്ടവർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അവരെ ദ്രോഹിക്കാതിരിക്കട്ടെ. കാരണം അവരിവിടെ ഇല്ലാതായാൽ പിന്നീട് അരാജകത്വമാണ്, ഇവിടെ തോന്നിവാസങ്ങളാണ് വരാൻ പോകുന്നത്. ആർക്കാണ് സ്വന്തം പെൺമക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ സുരക്ഷിതരായിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? ഏത് മുസ്ലിം അല്ലാത്ത ആർക്ക്, ഏത് മനുഷ്യനാണതില്ലാത്തത്? ഈ പറയുന്ന തോന്നിവാസികൾ, ഈ പറയുന്ന സ്വർഗരതിയും സ്വതന്ത്ര ലൈംഗികതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അവന്റെ പെൺമക്കൾ അത് ചെയ്യുന്ന ഇഷ്ടപ്പെടുവോ? അവന്റെ ഭാര്യ, മക്കൾ, പെങ്ങന്മാര്, ഉമ്മമാര്, ഏത് പുരോഗമനവാദിയാണ് ഇഷ്ടപ്പെടുക? എന്താണ് കാലുകൾ പോലും, അവർ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ച ഫിത്രത്തിലൂടെയാണ് നീങ്ങുന്നത്. അതിനേക്കാൾ മോശമായ വർത്തമാനമാണ് ഇന്ന് ചില ആളുകൾ പുരോഗതിയുടെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാനൽ നടത്തുന്ന, അതിൽ വലിയ വലിയ പരിപാടികൾ അവതരിപ്പിക്കുന്ന മുന്തിയ അവതാരകർ, അവരൊക്കെ ഇതിന്റെ ആളുകളാണ്.
പറയുന്നത് ഇതാണ്, ഈ സ്വതന്ത്രവാദം, പുരോഗമനം എന്ന് പറഞ്ഞിട്ട് ഇതാണ് പറയുന്നത്, തോന്നിവാസമാണ് പ്രചരിപ്പിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ്. എതിര് പറഞ്ഞവനെ മൂലക്കിരുത്തും, അവനെ നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റാത്ത പിന്തിരിപ്പനായി മുദ്ര കുത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പല അവതാരകരും ചാനലുകാരുമൊക്കെ പൊതുവെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാണ്, നമ്മൾ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ, നമ്മൾ RSSനെതിരാണ്, നമ്മൾ മറ്റൊരുക്കെതിരാണ്, നമ്മൾ സംഘപരിവാറിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. എന്നാലോ പറയുന്നത് മുഴുവൻ ഇൽഹാദാണ്, മതനിഷേധം. സഹോദരൻ, ഇതുപോലത്തെ ആളുകളുടെ കയ്യിലല്ല നമ്മൾ സംരക്ഷണം, അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ സംരക്ഷണം. ഇതുപോലത്തെ ആളുകളെ വിശ്വസിക്കാൻ തന്നെ ഒരു മുസ്ലിം പാടില്ല. കാരണം നമ്മൾ ദുനിയാവ് നശിക്കുന്നതിനേക്കാൾ അപകടമാണ് നമ്മൾ ദീൻ നശിക്കാനുള്ളത്. ദുനിയാവിൽ നമുക്ക് വല്ല അപകടവും വരുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് ദീൻ നശിക്കുക എന്നത്. ദീൻ നശിച്ചാൽ പിന്നെ നമ്മൾ ശത്രു നമ്മളൊന്നും ചെയ്യേണ്ടില്ല, നമ്മളൊന്നും ഒരുപോലെ ഇല്ലേ, പിന്നെ ഇതിനൊക്കെ നമ്മളോട് ശത്രുത. ഇസ്ലാം നമ്മൾ ഉപേക്ഷിച്ചാൽ ഇസ്ലാമിന്റെ മുസ്ലിമായി എന്ന പേരിൽ നമ്മളോടുള്ള ശത്രുത നീങ്ങില്ലേ? അപ്പൊ അത് തന്നെ നശിപ്പിക്കാനാണ് ഇതുപോലുള്ള ആളുകൾ നോക്കുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ അവരെ മുസ്ലിമുകൾ കരുതിയിരിക്കണം. അതുപോലെ വൃത്തികെട്ടന്മാരുടെ പരിപാടികളും അവരുടെ ചാനൽ ഷോകളും തിരിഞ്ഞു നോക്കരുത് മുസ്ലിമുകൾ. ആ നേരത്തെ എന്തെങ്കിലും 2 ആയത്ത് പഠിച്ചോ, ആ നേരത്തെ എന്തെങ്കിലും ഹൈറ് പഠിച്ചോ, കുട്ടികൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക, നന്മ ചെയ്യൂ. വേണ്ടാത്തതിന് നേരം കളഞ്ഞാൽ വേണ്ടതിന് നേരം ഉണ്ടാവില്ല. അനാവശ്യത്തിന്റെ പിന്നാലെ ആര് പോയോ ആവശ്യമുള്ളത് വലുത് നഷ്ടപ്പെടും. ആളുകൾ സ്ഥിതിയാണ്, നിങ്ങൾ പലതിനും നേരം കളയും, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നേരം കളയും, എന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ അനാവശ്യങ്ങളിൽ നേരം ചെലവഴിക്കുന്ന ആളുകൾ അവരെ കാണാം. അവരെടുക്കേണ്ട പണി നേരത്തിനെടുക്കൂല. കാരണം ഈ സമയം ഒരുപാട് ഇതിൽ കളഞ്ഞു. എന്നിട്ട് പണിയെടുക്കേണ്ട നേരം വന്നാൽ അത് ചെയ്യാൻ പറ്റാത്തൊരു അന്വേഷിക്കുന്ന സാധനം കാണൂല, അതിന് വീട്ടിൽ ചൂടായി, പുറത്തിറങ്ങിയ റോഡിൽ ബ്ലോക്ക്, അപ്പൊ ആളുകളോട് ചൂടായി, അവിടെ കുറെ നാടിനെ ശപിച്ചു, ആളുകളെ ശപിച്ചു. ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണാം. എന്താണ്? പല എടുക്കേണ്ട പണിയും നേരത്തെ എടുത്തിട്ടില്ല, സമയം അനാവശ്യമായി വേണ്ടാത്തതിൽ കടന്നു. എന്നാൽ സമയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. അവരിതുപോലെ റോഡിൽ ബ്ലോക്കായോ, ഖദറുല്ലാഹു മാ ശാഅ ഫഅൽ, ആ നേരത്ത് ബ്ലോക്ക് നീങ്ങുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവോട് സ്വലാത്ത് ചോദിക്കാം, എന്തെങ്കിലും ഖൈർ കേൾക്കാണ്ടെങ്കിൽ കേൾക്കാം, എന്തെങ്കിലും ഖൈർ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും വിചാരിക്കാം. എന്ത്? സമയം സൂക്ഷിച്ചവനെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവനായിട്ട് ഇങ്ങനെ ബേജാറായി ആളെ ശപിച്ച് പലതും പറഞ്ഞ് കുറെ ഇബാദത്ത് കളഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലുള്ള ഇൽഹാദിന്റെ, മതനിഷേധത്തിന്റെ നിയമങ്ങൾ പൊളിച്ചെറിയണം. ഒരു നിയമവും മനുഷ്യന് ബാധകമല്ല എന്ന് പറയുന്ന ആളുകളെ, അവരെ നമ്മൾ തിരിച്ചറിയണം, നന്നായി അവരെ സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ, സ്ത്രീകളെ, അവരുടെ കണ്ണുകളെ, കാതുകളെ, നമ്മുടെ ഈ കണ്ണുകളെയും കാതുകളെയും ഹൃദയങ്ങളെയും ഇതുപോലുള്ള ആളുകളുടെ ശർറിൽ നിന്ന് നമ്മൾ മൂടി വെക്കണം. അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കളയണം. അല്ലാഹു പറയുന്നു, വലഖദ് അൻദറഹും ബത്ശതനാ, വലഖദ് അൻദറഹും, ആ നബി അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. ബത്ശതനാ, നമ്മുടെ ശിക്ഷയെക്കുറിച്ച്, നമ്മുടെ പിടുത്തത്തെക്കുറിച്ച്. ഫതമാറൗ, അപ്പോൾ അവർ തർക്കിച്ചു. ബിന്നുദുർ, അവർ താക്കീതുകളോട്, അല്ലാഹുവിന്റെ റസൂലുകളോട് എല്ലാം അവർ തർക്കിച്ചു. വലഖദ് റാവദൂഹു അൻ ളൈഫിഹി, വലഖദ് റാവദൂഹു, അവർ ആകർഷിക്കാൻ, അവർ വിട്ടുതരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അൻ ളൈഫിഹി, ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെ. ദൈഫ് എന്നാൽ അതിഥികളെ. എന്താണ് സംഭവം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന മലക്കുകൾ, ആ മലക്കുകൾ ജിബ്രീലും മീകായിലും ഇസ്രാഫീലുമായിരുന്നുവെന്ന്, ജിബ്രീലും മീകായിലും ഇസ്രാഫീലുമായിരുന്നുവെന്ന് തഫ്സീറുകളിൽ കാണാം. വല്ലാഹു അഅലം. മനുഷ്യന്റെ രൂപത്തിൽ, ഭംഗിയുള്ള മനുഷ്യരുടെ രൂപത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് പോയി. താടിയില്ലാത്ത, മീശ പൊടിഞ്ഞിട്ടുള്ള ആളുകളുടെ വേഷത്തിൽ. അങ്ങനെയുള്ള കുട്ടികളെ അനാവശ്യമായി നോക്കാൻ പോലും പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരെ കൂടെ ഒറ്റക്കാവുക, അനാവശ്യമായി ഒറ്റക്കാവുക പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകളുമായി ഒറ്റക്കാകുന്നതിനേക്കാൾ ഗൗരവമാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്
ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്നവർ പറഞ്ഞത് കാണാം, അങ്ങനെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം ഒരു പെണ്ണിൻ്റെ കൂടെ ഒരുവൻ നടക്കുമ്പോൾ ആളുകൾ സംശയിക്കും, ഇതാരുടെ ഇവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നു. അതേസമയം ഇതുപോലൊരു ആൺകുട്ടിയുടെ കൂടെയാണ് ഒരുവൻ പോകുന്നതെങ്കിലോ ആളുകൾ സംശയിക്കുകയില്ല. അതുകൊണ്ട് അതിനേക്കാൾ അപകടം ചെയ്യും. വളരെ ആളുകൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വലഖദ അൻദറഹും ബത്ശതനാ ഫതമാറു ബിന്നുദൂർ വലഖദ റാവദുഹു അൻ ദൈഫി. മലക്കുകൾ നല്ല ഭംഗിയുള്ള പുരുഷന്മാരുടെ രൂപത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ലൂത്ത് നബിയുടെ ഭാര്യ, കാഫിറത്തായ ഭാര്യ, പോയി ഖൗമിന് വിവരം അറിയിച്ചു കൊടുത്തു, ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. അവർ ധൃതിപ്പെട്ടു വന്നു. എന്നിട്ട് വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. ലൂത്ത് നബിയോട് ഇവരെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എത്രത്തോളം തഫ്സീറുകൾ കാണാം. അവർ ലൂത്ത് നബി വാതിലടച്ച് പുറത്തു നിന്നാണ്. അവരത് പൊളിക്കുമെന്ന സ്ഥിതി വന്നു. അപ്പൊ ജിബ്രീൽ പുറത്തേക്ക് വന്നു. പുറത്തു വന്നിട്ട് തന്റെ ചിറക് കൊണ്ട് വീശി എല്ലാത്തിന്റെയും കണ്ണ് ഇല്ലാതായി. അള്ളാഹു അതാണ് പറയുന്നത്, നാം തുടച്ചു നീക്കി അയുനഹും, അവരുടെ കണ്ണുകൾ. ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചോളൂ, അദാബി വനുദുർ, എന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ, എന്റെ നുദുർ, എന്റെ താക്കീതുകൾ അത് നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അവരോട് പറയപ്പെട്ടു. അവരുടെ കണ്ണുകൾ ഉള്ളിലേക്ക് ആണ്ടുപോയി എന്ന് ചില റിവായത്തുകളിൽ കാണാം. ചിലതിൽ ഒന്നുമില്ലാതെ മാഞ്ഞുപോയി എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. വലഖദ് സബ്ബഹഹും, അതിനെ കൂടാതെ വലഖദ് സബ്ബഹഹും, രാവിലെ അവർക്ക് വന്നു, പിന്നീട് അവർക്ക് വന്നു. ബുഖ്റത്തൻ, രാവിലെ അവർക്ക് വന്നു. ബുഖ്റ എന്നാൽ പകലിന്റെ ആദ്യ ഭാഗം. ബുഖ്റത്തൻ വാസീല എന്ന് കേട്ടിട്ടില്ലേ? ബുഖ്റത്ത വാസീല, ബുഖ്റ രാവിലെ, അസീലൻ വൈകുന്നേരം. വലഖദ് സബ്ബഹഹും ബുഖ്റത്തൻ, അവർക്ക് പകലിൽ നേരത്തെ എത്തുകയുണ്ടായി. അദാബുൻ മുസ്തഖിർ, അദാബുൻ മുസ്തഖിർ, നിലനിൽക്കുന്ന ശിക്ഷ, നീണ്ടു നിൽക്കുന്ന ശിക്ഷ. അഥവാ അവരുടെ ഖിയാമത്ത് നാളിൽ അവസാനിക്കാത്ത, അഥവാ ആഖിറത്തിലും നീണ്ടു നിൽക്കുന്ന ശിക്ഷ അവർക്ക് വന്നു. ഈ ഖൗമിന് വന്ന ദുനിയാവിലെ ശിക്ഷയുടെ പ്രത്യേകത എന്താണ്? ആ ശിക്ഷയോടെ അവരുടെ അന്ത്യമായി. പിന്നെയോ ആഖിറത്തിലെ ശിക്ഷയും, അവർക്ക് ഇളവില്ല. അതാണ് നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുടെ സ്ഥിതി. നഊദു ബില്ലാഹ്. അവർ കണ്ണുകളില്ലാത്തവരായി ചുമരുകൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് പോയിന്നാണ്. ഏതാണ് നേരം? രാത്രിയാണ്. നേരം രാത്രിയാണ്. അവരിങ്ങനെ പോയി എന്ന് മാത്രമല്ല, എന്നിട്ട് അവർ ലൂത്ത് നബിയോട് താക്കീത് ചെയ്തു, രാവിലെ കാണാം എന്ന രൂപത്തിൽ, പകലിൽ കാണാം എന്ന രൂപത്തിൽ പറഞ്ഞു. എന്നാൽ സുബ്ഹിന് മുന്നേ രക്ഷപ്പെടാൻ അള്ളാഹു ലൂത്ത് നബിക്ക് വഹി നൽകി. ഈ പെൺമക്കളെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു. തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. നിന്റെ കുടുംബത്തെ നാം രക്ഷപ്പെടുത്തും, ഭാര്യ ഒഴികെ. അവൾ ശിക്ഷയിൽ ഉൾപ്പെട്ടു. ഫദൂഖു അദാബി വനുദുർ, അള്ളാഹു പറഞ്ഞു, ഫദൂഖു അദാബി വനുദുർ, നിങ്ങൾ അനുഭവിച്ചോളൂ എന്റെ ശിക്ഷ, എന്റെ താക്കീത്, അത് നിങ്ങൾ അനുഭവിച്ചോളൂ. വലഖദ് എന്റെ അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും ആസ്വദിച്ചോളൂ എന്നവരോട് പറയപ്പെട്ടു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആനിനെ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കാൻ? ആരുണ്ട് പഠിക്കാൻ? ഫഹൽ മിൻ താലിബ് ഇൽമിൻ ഫയുആനു അലൈഹി. ഈ ആയത്തിന്റെ തഫ്സീർ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ ആരുണ്ട് ദീൻ പഠിക്കാൻ? അവർ സഹായിക്കപ്പെടും. അള്ളാഹു അവരെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.